നിങ്ങൾക്ക് വാലന്റൈൻസ് ഡേ, ഞങ്ങൾക്കിത് വെനസ്ഡേ എന്ന് സ്റ്റാറ്റസ് ആക്കിയ ബിരുദന്മാർ നമുക്കിടയിൽ കുറവൊന്നുമല്ല. ഒരുപാട് പേരെ സ്റ്റാറ്റസ് അത് തന്നെയായിരുന്നു. എന്നാൽ ആരും ഒന്നും തരാനില്ല എന്ന് പരിഭവം പറഞ്ഞ ഒരാൾക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സമ്മാനം കിട്ടിയതിനെ കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. പെൺകുട്ടിയുടെ പരിഭവം കണ്ട ഫുഡ് ഡെലിവറി ആപ്പായ സ്വിഗ്ഗിയാണ് ഇത്തരത്തിൽ ഒരു പിസ്സയും പൂവും ആശംസാ കാർഡും സമ്മാനമായിട്ട് നൽകിയത്. ഐശ്വര്യ ബാലനുണ്ട് നമുക്കിപ്പം. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. ഈ ഐശ്വര്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം ഫെബ്രുവരി 14 എല്ലാവരും ലോകത്ത് പ്രണയദിനം ആഘോഷിക്കുമ്പോൾ ഐശ്വര്യയ്ക്ക് പ്രണയദിനത്തിനൊപ്പം പിറന്നാൾ കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ അതിന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ് ഇപ്പോൾ തന്നെ. അപ്പോൾ ഐശ്വര്യയെക്കുറിച്ച് മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഓഫീസിൽ എപ്പോഴും ഓൺലൈനിൽ നിന്ന് സ്ഥിരമായി ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരാളാണ് ഐശ്വര്യ. ഐശ്വു, ഇന്നലെ എന്തെങ്കിലും സർപ്രൈസ് കിട്ടിയോ? ഇല്ല, ഞാനത് ഡെസ്കിൽ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു സേതു. ഏറ്റവും കൂടുതൽ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന ഒരാൾ ഞാനാണ്. ദിവസവും രാവിലെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് വരുന്നതിനും കൂടുതൽ ഈ സൊമാറ്റോ എന്നാണ് മെസ്സേജ് വരുന്നത്. പക്ഷേ എന്നാലും എനിക്ക് ബർത്ത്ഡേ ആയിട്ട് 2 സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. 2 പിസ്സ എനിക്കും കിട്ടി. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഇനി നമുക്ക് ഈ വാർത്തയിലേക്ക് വരുവാണെങ്കിൽ, സുസ്മിത എന്ന് പറയുന്ന ഒരു ലേഡിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവെക്കുന്നത്. പുള്ളിക്കാരി പറയുന്നത്, ഈ ഒരു പ്രണയ ദിനത്തിൽ എനിക്ക് മാത്രം, മീൻസ് വാലന്റൈൻസ് ഡേയിൽ ഞാൻ മാത്രം ഈ വാലന്റൈൻ ഗേൾ ആവാതെ ഇങ്ങനെ നിൽക്കുവാണ്, എനിക്ക് ഗിഫ്റ്റ് തരാൻ ആരുമില്ല എന്നുള്ളൊരു പരിഭവം പങ്കുവെക്കുകയായിരുന്നു. ആ ഒരു പോസ്റ്റ് കാണുകയും സ്വിഗ്ഗി ഈ ഒരു ഗിഫ്റ്റ് അവർക്ക് സർപ്രൈസ് ഗിഫ്റ്റായിട്ട് നൽകുകയാണ് ചെയ്തത്. ഒരു പിസയും ഒരു റോസാപ്പൂവുമാണ് അവർക്ക് ഗിഫ്റ്റായിട്ട് നൽകിയത്. സുസ്മിത അതിനുശേഷം ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയാണ് ഈ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്കിങ്ങനെ ഒരു ഗിഫ്റ്റ് നിങ്ങൾ നൽകിയത് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് ഈ ഒരു വാലന്റൈൻസ്, അതായത് പ്രണയത്തിലുള്ളവർക്ക്, അതായത് റിലേഷനിലുള്ളവർക്ക് മാത്രമല്ല, എല്ലാ മനുഷ്യജീവികൾക്കും ഈ ഒരു വാലന്റൈൻസ് ഡേ നമുക്കത് എൻജോയ് ചെയ്യാനും ഒക്കെ കഴിയുമെന്നുള്ളൊരു കാര്യമാണ്. എന്തായാലും എനിക്കും ഇതുപോലെ തന്നെ 2 സർപ്രൈസ് ഗിഫ്റ്റുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിസ്സ കിട്ടിയിരുന്നു. അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ചെയ്തു.